നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മോഹൻലാൽ ശബരിമലയിലെത്തി രോഗാതുരനായ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ച വിവരം പുറത്തായത് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരിലൂടെയാണോ? ആണെന്നാണ് ഇപ്പോൾ മോഹൻലാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താണ്? മമ്മൂട്ടിക്ക് വേണ്ടി താൻ നടത്തിയ വഴിപാട് ലോകം അറിയണമെന്ന് മോഹൻലാൽ ആഗ്രഹിച്ചിരുന്നുവോ? അതുകൊണ്ട് തന്നെ തൻ്റെ വിശ്വസ്തരായ ചില മാധ്യമപ്രവർത്തകർ വഴി മോഹൻലാൽ ഈ വിവരം ലോകത്തെ അറിയിച്ചിരുന്നോ? അതോ ഇനി ദേവസ്വം ബോർഡ് തന്നെ മുൻകൈയെടുത്ത് ഇത് പുറത്തെത്തിച്ചതാണോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇക്കാര്യത്തിൽ മോഹൻലാലും ദേവസ്വം ബോർഡും രണ്ട് തട്ടിലാണ്. ദേവസ്വം ബോർഡ് പറയുന്നത് മോഹൻലാൽ ചീട്ടെഴുതി വഴിപാട് കഴിച്ചപ്പോൾ അതിൻ്റെ കൗണ്ടർ ഫോയിൽ മാത്രമേ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലുള്ളൂ എന്നും രസീത് മോഹൻലാലിൻ്റെ കയ്യിലാണെന്നുമാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം മോഹൻലാൽ ഈ വിവരം പുറത്താക്കിയതാണെന്നും എന്നിട്ട് ഇത് ദേവസ്വം ബോർഡിൻ്റെ തലയിൽ വെച്ച് ഊരുകയായിരുന്നുവെന്നുമാണ് ബോർഡ് അധികൃതർ പറയുന്നത്. മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് കഴിച്ചത് ലോകം അറിയണമെന്ന് മോഹൻലാലിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ മോഹൻലാൽ അത് നേരിട്ട് അറിയിക്കുന്നത് ഭംഗിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പണി ചെയ്തത്രേ. താൻ രസീതിയാക്കിയ വഴിപാടിൻ്റെ വിവരങ്ങൾ ഒരു മാധ്യമപ്രവർത്തകന് നൽകുകയും ആ മാധ്യമപ്രവർത്തകൻ ഇത് ലോകത്തെ അറിയിക്കുകയും ചെയ്തു. ബോർഡ് ഇതൊന്നും പറഞ്ഞില്ല. കാരണം വഴിപാട് നടത്തുന്നവൻ്റെ കൗണ്ടർ ഫോയിൽ മാത്രമേ ബോർഡിൻ്റെ അടുത്തുണ്ടാവുകയുള്ളൂ. നമ്മൾ 100 രൂപയ്ക്ക് പുഷ്പാഞ്ജലി കഴിച്ചാൽ 100 രൂപ പുഷ്പാഞ്ജലി എന്ന കൗണ്ടർ ഫോയിൽ മാത്രമേ ബോർഡിൻ്റെ കയ്യിലുണ്ടാവുകയുള്ളൂ. ബാക്കി പേര്, നക്ഷത്രം, ആള് ഇതെല്ലാം പൈസ തരുന്ന ആ ഭക്തൻ്റെ കൈകളിലേക്ക് കൊടുക്കും. ഇതാണ് ബോർഡ് പറയുന്നത്. അപ്പോൾ ഇവിടെ മോഹൻലാൽ അല്പം സൂത്രവിദ്യ പ്രയോഗിച്ചു എന്ന് വേണം കരുതാൻ. ഇതാണ് ദേവസ്വം ബോർഡും പറയാതെ പറയുന്നത്. മോഹൻലാൽ ആയതുകൊണ്ട് ദേവസ്വം ബോർഡ് അല്പം ഒന്ന് ബലം പിടിച്ച് മാറി നിൽക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ നടത്തിയ വഴിപാട് ലോകത്തെ അറിയിക്കണമെന്ന് മോഹൻലാലിന് നിർബന്ധമുണ്ടായിരുന്നു. അത് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ വഴി പുറത്തറിയിച്ചു. എന്നിട്ട് ഈ വിവരം പുറത്തറിയിച്ചതിൻ്റെ പഴി ദേവസ്വം ബോർഡിൽ ചാരുകയും ചെയ്തു. ഒരു മാധ്യമപ്രവർത്തകൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ പൂജ നടത്തുമ്പോൾ, വഴിപാട് നടത്തുമ്പോൾ അത് ലോകത്തെ അറിയിക്കുന്നത് ശരിയാണോ എന്നായിരുന്നു മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ പറഞ്ഞത് അവിടെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാരോ ആണ് അത് പുറത്തേക്ക് കൊടുത്തതെന്നും തനിക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ലെന്നുമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മോഹൻലാൽ പറഞ്ഞത്. ഇതാണ് ദേവസ്വം ബോർഡിനെ ചൊടിപ്പിച്ചത്. കാരണം കൗണ്ടർ ഫോയിൽ മാത്രമേ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ 100 രൂപ 200 രൂപ വഴിപാട് എന്ന കൗണ്ടർ ഫോയിൽ മാത്രമേ ബോർഡിൻ്റെ കയ്യിൽ ഉള്ളൂ എന്നിരിക്കെ വിവരങ്ങൾ ഇരിക്കുന്നത് പൈസ നൽകിയ ആളുടെ കയ്യിലാണ്. അത് മോഹൻലാലാണ്. അപ്പോൾ എന്തുകൊണ്ട് മോഹൻലാൽ ഇത് തങ്ങളുടെ തലയ്ക്ക് വെച്ച് ഊരാൻ നോക്കിയെന്ന ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അസംതൃപ്തി, ഒരു സങ്കടമാണ് ബോർഡിനുള്ളത്. പക്ഷേ മോഹൻലാൽ ആയതുകൊണ്ട് ബോർഡ് കാര്യമായി പ്രതികരിച്ചില്ല എന്ന് മാത്രം. പക്ഷേ മോഹൻലാലിന് ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. താൻ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് കഴിച്ചു എന്ന് ലോകത്തോട് അദ്ദേഹം പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷേ അവിടെ അദ്ദേഹം അല്പം സൂത്രവിദ്യ കാണിച്ചു എന്നാണ് ബോർഡുമായി ബന്ധപ്പെട്ട ചിലർ പറയുന്നത്. കാരണം അദ്ദേഹം തന്നെ ഈ വിവരം പുറത്താക്കിയതിന് ശേഷം ഇത് പുറത്താക്കണ്ടായിരുന്നു, ഞാൻ വ്യക്തിപരമായി ചെയ്തതല്ലേ, അത് ബോർഡിൽ ഉദ്യോഗസ്ഥരാരോ ആണ് ചെയ്തത്, അതൊട്ടും ശരിയായില്ലെന്ന രീതിയിലുള്ള നിലപാട് മോഹൻലാൽ എടുത്തത് അദ്ദേഹത്തിൻ്റെ സൂപ്പർ താര പദവിക്കും അദ്ദേഹം കേരള സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള അംഗീകാരത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനുമെല്ലാം ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നതാണെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത്. ഏതായാലും മോഹൻലാലിനെതിരെ തൽക്കാലം ദേവസ്വം ബോർഡൊന്നും മിണ്ടുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ നടന്ന സംഭവം മോഹൻലാൽ തന്നെ ഈ വിവരം പുറത്താക്കുകയും അത് ദേവസ്വം ബോർഡിൻ്റെ തലയിൽ വച്ചു എന്നുമാണ് ബോർഡ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.